അടുത്ത വിക്കറ്റ് മന്ത്രി റോജി എം ജോൺ വക. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിൽ എത്തി നിൽക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹം നിയമിച്ച യു ഷൈജു ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധമുള്ളയാളാണെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. എത്രയും പെട്ടെന്ന് യു ഷൈജുവിന് എതിരായി നടപടി വേണമെന്നും CPIM-ഉം യൂത്ത് കോൺഗ്രസും ഒരുപോലെ ആവശ്യപ്പെടുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് കായംകുളം സ്വദേശിയായിട്ടുള്ള യു ഷൈജുവിനെയാണ്. അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി യു ഷൈജുവിനെയാണ് നിയമിച്ചിരിക്കുന്നത്. ഈ യു ഷൈജു എന്ന് പറയുന്നയാൾക്ക് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഷൈജുവിന് ഇതിനു മുൻപ് കോൺഗ്രസ് പാരമ്പര്യമില്ല. അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യത്തിലുള്ള ആളുമല്ല. മറിച്ച് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുമായും വെൽഫെയർ പാർട്ടിയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇതിൽ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അവർ മന്ത്രിയും KPCC അധ്യക്ഷനും കൂടിയായ സണ്ണി ജോസഫിന് പരാതി നൽകുകയും ചെയ്തു. ഔദ്യോഗികമായിട്ടുള്ള പരാതി നൽകുകയും ചെയ്തു. ഈ ഒരു നിയമനം പുനഃപരിശോധിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അടിയന്തരമായി യു ഷൈജുവിനെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളെ അവിടേക്ക് എത്തിക്കണം എന്നുള്ള നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി നിൽക്കുന്നത്. ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ട്. അതായത് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്ന ആർക്കാണ്? KPCC അധ്യക്ഷനും മന്ത്രിയുമായിട്ടുള്ള സണ്ണി ജോസഫിനാണ്. അദ്ദേഹം നേരത്തെ തന്നെ ബന്ധുത്വ നിയമനത്തിന്റെ പേരിൽ വിവാദത്തിലായ ആളാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചു എന്ന് ആരോപണം ഉയരുകയും പിന്നെ ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ട് അദ്ദേഹം സഹോദരി ഭർത്താവായ, അതായത് അളിയനായിട്ടുള്ള ബെന്നി തോമസിനെ പുറത്താക്കുകയും ചെയ്തു. ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് സണ്ണി ജോസഫ് നിയമിച്ചത്. അപ്പോൾ മന്ത്രി സണ്ണി ജോസഫ് തന്നെ ഈ ബന്ധുത്വ നിയമനത്തിൽ അല്ലെങ്കിൽ ഒരു ആശ്രിത നിയമനത്തിൽ പ്രതിക്കൂട്ട് നിന്നയാളാണ്. സ്വന്തം സഹോദരി ഭർത്താവായിട്ടുള്ള കണ്ണൂരിലെ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഈ ബെന്നി തോമസിനെ അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ അത് കോൺഗ്രസിനകത്തും പുറത്തും വലിയ വിവാദമാവുകയും ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സണ്ണി ജോസഫ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ അളിയൻ കൂടിയായ ബെന്നി ജോസഫിനെ പുറത്താക്കി ആ വിവാദം അവസാനിപ്പിക്കുകയും ചെയ്തു. ആ സണ്ണി ജോസഫിന്റെ മുന്നിലേക്കാണ് ഇപ്പോൾ പരാതി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിചിത്രമായ വാദം. അതും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി യു ഷൈജുവിനെ നിയമിച്ചു എന്നുള്ള കോൺഗ്രസിന്റെ പരാതി എത്തിയിരിക്കുന്നത് എവിടെയാണ്? KPCC അധ്യക്ഷനായ നേരത്തെ തന്നെ ബന്ധുത്വ നിയമനത്തിൽ കുരുക്കിൽപ്പെട്ട സണ്ണി ജോസഫിന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്നുള്ളതൊരു വിചിത്രമായ കാര്യമാണ്, ഒരു വൈരുദ്ധ്യമാണ് അവിടെ ഉള്ളത്. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ നേരിടുന്നു. കോൺഗ്രസിൽ നിന്ന് ഇത്തരമൊരു ആവശ്യം ശക്തമായി ഉയർന്നിരിക്കുന്നു. അത് രേഖാമൂലമുള്ള പരാതിയായി KPCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മന്ത്രി സണ്ണി ജോസഫിന്റെ അടുക്കലെത്തിയിരിക്കുന്നു. ഇനി ഇക്കാര്യത്തിൽ എന്താണ് റോജി എം ജോൺ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനം, എന്താണ് അതിൽ കോൺഗ്രസിന്റെ നിലപാട്, എന്താണ് അക്കാര്യത്തിൽ UDF-ന്റെ നിലപാട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. ഇവിടെ CPM ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. CPM പറയുന്നത് നേരത്തെ തന്നെ CPM ഇലക്ഷൻ സമയത്ത് തന്നെ ഉയർത്തിയ ഒരു ആരോപണമുണ്ടായിരുന്നു. കോൺഗ്രസും പ്രത്യേകിച്ച് VD സതീശനും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. ഇത്തവണ കോൺഗ്രസ് രഹസ്യമായി തന്നെ അല്ല, അവർ പരസ്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധമായിരുന്നു ആ ഒരു ആരോപണം. അതായത് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ LDF ഉയർത്തിയ ഒരു ആരോപണമാണ്. പ്രത്യേകിച്ച് CPM ആണ് അത് ഏറ്റവും കൂടുതലായിട്ട് ആ ആരോപണം ഉയർത്തിയത്. മാത്രമല്ല VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങിയവരിൽ ബഹുഭൂരിപക്ഷവും ജമാഅത്തെ ഇസ്ലാമിക്കാരും വെൽഫെയർ പാർട്ടിക്കാരുമാണെന്ന് അന്ന് തന്നെ CPM കേന്ദ്രങ്ങൾ ആരോപിച്ചിരുന്നു. കാരണം 3 പേരാണെന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാനുണ്ടായിരുന്നത്: രമേശ് ചെന്നിത്തല, വേണുഗോപാൽ, അതേപോലെ തന്നെ VD സതീശൻ. അപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങിയ ജനക്കൂട്ടം ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് അത്തരമൊരു തെരുവ് പ്രകടനം എന്ന് അന്ന് തന്നെ CPM ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ CPM അതേ ആരോപണം തന്നെ
റോജി എം ജോണിൻ്റെ ഈ ഒരു അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. എം വി ജയരാജൻ ഇന്ന് ഇതേക്കുറിച്ച് പറഞ്ഞത്. CPM-ന്റെ മുതിർന്ന നേതാവാണ് എം വി ജയരാജൻ. അദ്ദേഹം ഈ ഒരു നിയമനത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ സ്പഷ്ടമായി തന്നെ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ, ഈ കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അതിൻ്റെ വളരെ പ്രകടമായ സ്പഷ്ടമായ തെളിവ് യു ഷൈജുവിനെ നിയോഗിച്ചതോടുകൂടി, റോജി എം ജോൺ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതോടുകൂടി പരസ്യമായി തന്നെ അത് വെളിവായിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ ആരോപണം തെളിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ആ രീതിയിലാണ് എം വി ജയരാജൻ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. മാത്രമല്ല, നേരത്തെ കായംകുളം MLA ആയിരുന്ന, ഇപ്പോൾ പരാജയപ്പെട്ട പ്രതിഭ, CPM-ന്റെ നേതാവായിട്ടുള്ള പ്രതിഭ ഈ നിയമനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു. എം വി ജയരാജൻ തൊട്ടു പിന്നാലെ പ്രതിഭയും ഈ ഒരു നിയമനം വർഗീയ നിയമനമാണ്, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയവാദികളുടെ ഭീഷണിക്ക് വഴങ്ങി UDF സർക്കാർ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികളെ തിരികെ കയറ്റുന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് പ്രതിഭ ഇന്ന് ആരോപിച്ചത്. ഇത് CPM-ഉം LDF-ഉം വലിയൊരു രാഷ്ട്രീയ ആയുധമായി UDF സർക്കാരിനെ, VD സതീശൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിയായിരിക്കുന്നു. കാരണം ഈ പറയുന്ന യു ഷൈജു കൃത്യമായ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഈ രണ്ട് സംഘടനകളുമായി, ഒന്ന് വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ആളാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ യു ഷൈജുവിനെ പുറത്താക്കണമെന്നുള്ള ആരോപണവും പ്രതിഷേധവുമായി ഇപ്പോൾ തന്നെ CPM രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ CPM വെടിവെച്ച് തുടങ്ങി, ആദ്യ വെടിപൊട്ടിച്ചു തുടങ്ങി. അടിയന്തരമായി യു ഷൈജുവിനെ പുറത്താക്കണം. ഒപ്പം യൂത്ത് കോൺഗ്രസും വെടിപൊട്ടിച്ചിരിക്കുകയാണ്. അടിയന്തരമായി ഈ യു ഷൈജുവിനെ പുറത്താക്കണം എന്നാണ് രേഖാമൂലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് VD സതീശൻ സർക്കാരിൻ്റെ കാലത്തെ ഈ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഈ നിയമനം, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്ന ആ ഒരു നിയമനത്തിലെ രണ്ടാമത്തെ വിക്കറ്റായി ഒരുപക്ഷെ യു ഷൈജു മാറിയേക്കാം. ആദ്യത്തെ വിക്കറ്റ് നമുക്കറിയാമല്ലോ, ബെന്നി തോമസ് ആണ്. രണ്ടാമത്തെ വിക്കറ്റ് ഒരുപക്ഷെ യു ഷൈജു ആകാൻ മതി. കാരണം അത്രമാത്രം പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് റോജി എം ജോൺ. അദ്ദേഹം ഈ ഒരു നിയമനം എങ്ങനെ വന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു, അദ്ദേഹം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു, UDF വേദികളിൽ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു, പൊതുസമൂഹത്തോട് LDF-നോട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ള പാർട്ടി അംഗങ്ങളോട് അദ്ദേഹം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ ബന്ധമുള്ള ഒരാളെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക്, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്തുകൊണ്ട് നിയമിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ഇന്നല്ലെങ്കിൽ നാളെ റോജി എം ജോൺ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും യൂത്ത് കോൺഗ്രസ് ഈ ആരോപണം ഘടിപ്പിച്ചിരിക്കുകയാണ്. എത്രയും വേഗം യു ഷൈജുവിനെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നുള്ള അവരുടെ ആവശ്യം അവർ നേടിയെടുക്കുന്നത് വരെ അവർ മുന്നോട്ട് തന്നെയാണ് എന്നുള്ള നിലപാടിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് KPCC അധ്യക്ഷന് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. CPM ആകട്ടെ ഇതിനെ വലിയൊരു രാഷ്ട്രീയ ആയുധമായി, വലിയൊരു രാഷ്ട്രീയ വിഷയമായി കത്തിക്കാനായി രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ യൂത്ത് കോൺഗ്രസും CPM-ഉം ഒരേ പോലെ തന്നെ ഈ ഒരു നിയമനം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.